അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ, അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. സഭയെ, തിരുസഭയെ, ദൈവത്തെ മറന്നിടല്ലേ. സഭയെ, പ്രിയ സഭയെ, യേശുവിനെ മറന്നിടല്ലേ. നമ്മെ വെട്ടിക്കളയാതെ നമ്മളോട് ക്ഷമിച്ച അവന്റെ ആ കരുണയെ ഓർത്ത് എല്ലാ വായ്കളും തുറന്ന്, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ ആലോചന പ്രകാരം നടത്തപ്പെട്ട നാഷണൽ പ്രയർ കോൺഫറൻസ് ഓഗസ്റ്റ് മാസം 18, 19, 20 തീയതികളിൽ ഷാർജ വർഷിപ്പ് സെന്ററിന്റെ മെയിൻ ഹാളിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അനുഗ്രഹീതരായ ദൈവദാസന്മാർ കടന്നു വന്ന് ശക്തമായ നിലയിൽ ദൈവവചനം സംസാരിപ്പാനിടയായി. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ, ഡോക്ടർ ജോൺസൺ ഡാനിയൽ USA, പാസ്റ്റർ ബിനോയ് എബ്രഹാം UK, പാസ്റ്റർ ബിജി അഞ്ചൽ എന്നീ ദൈവദാസന്മാർ കൊലോസ്യ ലേഖനം 4:12 ആസ്പദമാക്കി പ്രാർത്ഥനയിൽ പോരാടുക എന്ന വിഷയത്തെ വളരെ ശക്തമായ നിലയിൽ ദൈവവചനം സംസാരിപ്പാനിടയായി. ആ മീറ്റിംഗിൽ കർത്താവിന്റെ ദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനിടയായി. ഡോക്ടർ ബ്ലസൻ മേമന, ബ്രദർ രൂപോസ് കുര്യാക്കോസ്, പാസ്റ്റർ ജയലാൽ ലോറൻസ്, ബ്രദർ ബിജു അടിമാലി എന്നിവർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. അവിടെ നടന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദിയുണ്ട്. തുടർന്നും ഈ സന്ദേശങ്ങൾ DVD-യിലൂടെ, യൂട്യൂബിലൂടെ, ഹാർവസ്റ്റ് TVയിലൂടെ കാണുന്ന നിങ്ങൾക്ക് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അതൊരു അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. സ്വർഗം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവലോക സൃഷ്ടിതാവേ, സകലത്തിനും അധികാരിയേ, സ്വർഗ സൈന്യം ആരാധിക്കും, സ്തുതികൾക്കു യോഗ്യൻ എന്നേശുവേ. അത്യന്ത ശക്തി എന്നിൽ പകർന്നവനേ, ഓ എന്റേതെന്നു ചൊല്ലുവാൻ ഒന്നുമില്ലായേ, ഒന്നുമില്ലായേ, പുകഴുവാനൊന്നുമില്ലായേ. സർവവല്ലഭൻ യേശുവേ, അത്യന്ത ശക്തി എന്നിൽ പകർന്നവനേ, എന്റേതെന്നു ചൊല്ലുവാൻ ഒന്നുമില്ലായേ, ഒന്നുമില്ലായേ, പുകഴുവാനൊന്നുമില്ലായേ. സർവവല്ലഭൻ യേശുവേ, എന്റെ എല്ലാ നേട്ടങ്ങളും ലോകം തന്ന ഉഗുണങ്ങളും സ്ഥാനങ്ങളും അതിൻ മാനങ്ങളും അർപ്പിക്കും യേശുവേ.
സർവവല്ലഭൻ യേശുവേ, അത്യന്ത ശക്തി എന്നിൽ പകർന്നവനേ, എന്റേതെന്നു ചൊല്ലുവാൻ ഒന്നുമില്ലായേ, ഒന്നുമില്ലായേ, പുകഴുവാനൊന്നുമില്ലായേ, സർവവല്ലഭൻ യേശുവേ. ബുദ്ധിശക്തി ആരോഗ്യവും വസ്തുവക സമ്പാദ്യവും ബന്ധങ്ങളും അതിൻ ആഴങ്ങളും അർപ്പിക്കുന്ന യേശുവേ, അർപ്പിക്കുന്ന യേശുവേ, തൃപ്പാദേ ഞാൻ. ബുദ്ധിശക്തി ആരോഗ്യവും വസ്തുവക സമ്പാദ്യവും വസ്തുവക സമ്പാദ്യവും ബന്ധങ്ങളും അതിൻ ആഴങ്ങളും അർപ്പിക്കുന്ന യേശുവേ, തൃപ്പാദേ ഞാൻ. അത്യന്ത ശക്തി എന്നിൽ പകർന്നവനേ, എന്നേതെന്നു ചൊല്ലുവാൻ ഒന്നുമില്ലായേ, ഒന്നുമില്ലായേ, പുകഴുവാനൊന്നുമില്ലായേ, സർവവല്ലഭൻ യേശുവേ, അത്യന്ത ശക്തി പകർന്നവനേ, എന്റേതെന്നു ചൊല്ലുവാൻ ഒന്നുമില്ലായേ, ഒന്നുമില്ലായേ, പുകഴുവാനൊന്നുമില്ലായേ, സർവവല്ലഭൻ യേശുവേ, അത്യന്ത ശക്തി പകർന്നവനേ, എന്റേതെന്നു ചൊല്ലുവാൻ ഒന്നുമില്ലായേ, ഒന്നുമില്ലായേ, പുകഴുവാനൊന്നുമില്ലായേ, സർവവല്ലഭൻ യേശുവേ, അത്യന്ത ശക്തി എന്നിൽ പകർന്നവനേ, എന്റേതെന്നു ചൊല്ലുവാൻ ഒന്നുമില്ലായേ, ഒന്നുമില്ലായേ, പുകഴുവാനൊന്നുമില്ലായേ, സർവവല്ലഭൻ യേശുവേ. 1 പത്രോസ് 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ദൈവസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4 വിശേഷണ പദങ്ങൾ ഇവിടെയുണ്ട്. അത് നമുക്കിന്ന് പഠിക്കാനായിട്ട് സമയമെടുക്കാം. തിരക്കുള്ള ജീവിതയാത്രയിൽ വചനം പഠിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. വചനം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിനേക്കാൾ പ്രധാനമുള്ളതാണ് പലതും. അത് നമ്മുടെ സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ്. ഈ നാട്ടിൽ നമ്മൾ വന്നത്, നിങ്ങൾ വന്നത് വചനം പഠിക്കാനല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭക്ഷണമാണ്, നമ്മുടെ ആഹാരമാണ്.
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോ സമയമുണ്ടാക്കി ദൈവവചനം ധ്യാനിച്ച് ഭക്ഷിച്ച് അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ എല്ലാം അടിയിൽ ഒരു തിരുമേനി അയ്മേനി പ്രശ്നം കിടപ്പുണ്ട്. അതായത് വചനം ധ്യാനിക്കുക, പഠിപ്പിക്കുക എന്നത് തിരുമേനിമാരുടെ അല്ലെങ്കിൽ അധ്യക്ഷന്മാരുടെ ജോലി. ജനങ്ങളുടെ ജോലി അധ്യക്ഷന്മാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ പോറ്റി പുലർത്തുക. അതങ്ങ് ഓവറായിട്ട് ജനത്തിന്റെ നിത്യതയുടെ ഉത്തരവാദിത്വം പോലും ലീഡേഴ്സിന് എന്ന നിലയിലേക്ക് മതങ്ങൾ തരം താണു പോയി. എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ഓരോരുത്തർക്കും വചനമുണ്ട്, ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവുണ്ട്, ഓരോരുത്തരുടെ ഹൃദയത്തിൽ യേശുവുണ്ട്. അവരെ സേവിക്കാനാണ് ലീഡേഴ്സിനെ വെച്ചിരിക്കുന്നത്, അവരെ ഭരിക്കാനല്ല, അവരെ സേവിക്കാൻ. സെർവൻസ് ആയിട്ടാണ് ദൈവദാസന്മാരെ വിളിച്ചിരിക്കുന്നത്. സഭയാണ് വലുത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ കുറവ് നിമിത്തം വിശുദ്ധ ജീവിതം നയിക്കുന്നതിലും ദൈവകൃപ പ്രാപിക്കുന്നതിലും ആത്മീയ വളർച്ച പ്രാപിക്കുന്നതിലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിലും ജനങ്ങൾ വളരെ പുറകിലാണ്. അവർ ജീവിതകാലം മുഴുവനും അഭിഷിക്തന്മാർ പറയുന്ന ദൂത് കേട്ട് സന്തോഷിച്ചു പോകാൻ കൊതിക്കുകയാണ്. എന്നാൽ അതിനപ്പുറത്തൊരു ലെവലിലോട്ട് കയറാൻ, തങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയുവാൻ ഓരോ വിശ്വാസിയെയും ബലപ്പെടുത്തേണ്ടതുണ്ട്. വചനത്തിലേക്ക് നോക്കാമോ? ഇതുപോലൊരു പ്രെയർ കോൺഫറൻസ് അല്ലാതെ എപ്പോഴാ വചനം പഠിക്കുക? ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാമോ? വളരെ നന്ദി. ഒന്ന് എല്ലാവരും ചേർന്ന് ആ ഒന്നാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒന്നും രണ്ടും. പന്തോസിലും ഗലാത്തിലും കപ്പദോക്കിയിലും ആസിയിലും ബിഥിനിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായവർക്ക് എഴുതുന്നത്. ഇനിയും അതിനകത്തെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം ഞാൻ വായിക്കാം. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായവർക്കെഴുതുന്നത്. ആർക്കെഴുതുന്നു? വ്രതന്മാർക്കെഴുതുന്നു. മാത്രമല്ല, ചിതറിപ്പാർക്കുന്നവർക്കെഴുതുന്നു, പരദേശികൾക്കെഴുതുന്നു, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിൽപ്പെട്ടവർക്ക് എഴുതുന്നു. 4 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ചിതറിപ്പാർക്കുന്നവർക്ക് വേണ്ടി എഴുതുന്നു, പരദേശികൾക്ക് വേണ്ടി എഴുതുന്നു, പിതാവായ ദൈവത്തിന്റെ മുൻനിർണയത്തിൽപ്പെട്ടവർക്ക് വേണ്ടി എഴുതുന്നു, വ്രതന്മാർക്ക് വേണ്ടി എഴുതുന്നു. ഇതാരാണ്? പാസ്റ്റർമാരല്ല, ഇത് സഭയാണ്. എന്തിനെഴുതുന്നു? 3 കാര്യത്തിന് വേണ്ടി എഴുതുന്നു. 3 കൂടെ കൂട്ടിയ 1 ആ 2-ാം വാക്യത്തിന്റെ അകത്ത് കിടപ്പുണ്ട്. 1 വിശുദ്ധീകരണം പ്രാപിക്കുക, 2 അനുസരണം കാണിക്കുക, 3 തളിക്കപ്പെടുക. അനുസരണം കാണിക്കുക, വിശുദ്ധീകരണം പ്രാപിക്കുക, തളിക്കപ്പെടുക. 3 ഒന്ന് തന്നെയാണ്. വിശുദ്ധീകരണം എങ്ങനെ പ്രാപിക്കാം? വചനം അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ രക്തത്തിന്റെ തളിപ്പ് ലഭിക്കുകയും നാം വിശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോ രക്തത്തളിപ്പ്
ലഭിക്കുന്നത് അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പോഴാണ് വിശുദ്ധീകരണം പൂർത്തീകരിക്കപ്പെടുന്നത്. വിശുദ്ധീകരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനെഴുതി? വിശുദ്ധീകരണത്തിന് വേണ്ടി എഴുതി. ആരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി? പിതാവായ ദൈവത്തിന്റെ മുന്നറിവിൽപ്പെട്ട പരദേശികളായ ദൈവജനത്തിന് വേണ്ടി എഴുതി. എന്തിന്? വിശുദ്ധീകരണം പ്രാപിക്കാൻ. അപ്പൊ ദൈവത്താൽ മുൻനിർണയിക്കപ്പെട്ടവരും യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും വീണ്ടും ജനിച്ചവരും വിശ്വാസികളുമായ ദൈവമക്കൾക്ക് വിശുദ്ധീകരണമുണ്ടാകണം, അഥവാ വിശുദ്ധ ജീവിതമുണ്ടാകണം. അതിന് വേണ്ടി ആണിത് എഴുതിയത് എന്ന് പറഞ്ഞാൽ, പുതിയ നിയമം എഴുതിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമം നമ്മെ വിശുദ്ധീകരിക്കാൻ തന്നതാണെങ്കിൽ അത് വീട്ടിലിരുന്നാൽ വിശുദ്ധിയാകുമോ? അത് പിടിച്ചോണ്ട് ചർച്ചിൽ വന്നാൽ വിശുദ്ധ ജീവിതമാകുമോ? അനുസരണം കാണിക്കുമ്പോഴേ വിശുദ്ധീകരണം നടക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അനുസരണം കാണിക്കണമെങ്കിൽ അതിനു മുമ്പത്തെ സ്റ്റെപ്പ് എന്താ? എന്തനുസരിക്കണം? അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കാനുള്ളതാണ്. ആമേൻ പറയാനുള്ളത് മാത്രമല്ല, അനുസരിക്കാനും കൂടി ഉള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വചനത്തിൽ ആഘോഷിക്കുന്നവരാ. പക്ഷെ അനുസരണം എന്ന ഭാഗം എവിടെ കിടക്കുന്നു? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങ് ഓപ്പണായിട്ട് പറഞ്ഞാൽ, സ്നാനപ്പെട്ട ഒരു ദൈവപൈതൽ, വിശ്വാസി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി എന്തിനാ ബൈബിൾ കേൾക്കുന്നേ? എന്തിനാ ചർച്ചിൽ വരുന്നേ? എന്തിനാ വചനം കേൾക്കുന്നേ? ഒറ്റ ഉത്തരവേ ഉള്ളൂ: വിശുദ്ധീകരണം പ്രാപിക്കാൻ. ആ കൂട്ടത്തിൽ വിടുതൽ നടന്നോളും, സൗഖ്യം നടന്നോളും, എല്ലാം നടന്നോളും. പക്ഷേ വചനം വായിക്കുന്നത് എന്തിന്? വചനം കേൾക്കുന്നത് എന്തിന്? വചനം പ്രസംഗിക്കുന്നത് എന്തിന്? വിശുദ്ധീകരണം പ്രാപിക്കാൻ. ആരോ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ചിരിക്കാൻ ഇച്ചിരി അതിനകത്തുണ്ടെങ്കിലും ചിന്തിക്കാൻ ഒരുപാടുണ്ട്. 2 പേർ ഒരു മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്നു. മോട്ടോർ സൈക്കിൾ മറിഞ്ഞു വീഴുന്നു. 2 പേരുടെയും വലത്തെ കാല് ഒടിയുന്നു. അത് പ്ലാസ്റ്റർ ഇടുന്നു. 3-4 മാസം കഴിയുന്നു. ഒരു ചെറിയ ചട്ടുണ്ട്. ഈ ചട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി. അയാൾ തിരുമാനായിട്ട് തുടങ്ങിയപ്പോൾ കഠിനമായ വേദനയാണ്. അകത്ത് തിരുമ നടക്കുമ്പോൾ രണ്ടാമത്തവൻ പുറത്തിരിക്കുക. ഈ വേദന കേട്ട് സഹിക്കാൻ മേൽ അവൻ ഇറങ്ങി വന്നപ്പോൾ ഇവൻ ചോദിച്ചു, എങ്ങനെയുണ്ട് വേദന? അവൻ പറഞ്ഞു, സാരമില്ല, സഹിക്കാവുന്നതേ ഉള്ളൂ. ഇവൻ കയറിപ്പോയി. ഇവൻ കരയുന്നത് കേൾക്കാൻ അവൻ പുറത്തിരുന്നു. പക്ഷെ അകത്തുനിന്ന് കരച്ചിലൊന്നും വന്നില്ല. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇവൻ അവനോട് ചോദിച്ചു, നിനക്ക് വേദന എടുത്തില്ലേ? എടുത്തു. പിന്നെ എന്നെ കരയാൻ? ഞാൻ സഹിച്ചതാ. പോണ വഴി വീണ്ടും കുറേ നേരം കഴിഞ്ഞ് ചോദിച്ചു, നീ ഉള്ള സത്യം പറ, നിനക്ക് വേദന എടുത്തില്ലേ തിരുമ്മിയപ്പോൾ? ഇല്ല. എന്നാ കാര്യം? ഞാൻ ഇടത്തെ കാലാ കാണിച്ചു കൊടുത്തേ. അതാ ഞാൻ പറഞ്ഞു ഇച്ചിരി ചിരിക്കാനുള്ളത്. അത് വിട്ടേരെ, ചിന്തിക്കാനുള്ളത് പറയാം. മറ്റവൻ ചട്ടുമാറി. ഇവൻ ജീവിതകാലം മുഴുവൻ ചട്ടി നടന്നു. ഒരു ചെറിയ വേദന സഹിക്കാനുള്ള മടി കാരണം ആജീവനാന്തം ചട്ടനായിപ്പോയി. മറ്റവൻ ആ വേദന സഹിച്ച് ഉള്ള സത്യം പറഞ്ഞതുകൊണ്ട് അവന്റെ ചട്ടുമാറി. എന്താ ചിന്തിക്കാനുള്ളത്? നമ്മൾ എന്തിനാ വചനം കേൾക്കുന്നേ? നമ്മൾ എന്തിനാ ഈ തിരുമിശാല വന്നേ? എന്തിനാ? വാസ്തവത്തിൽ ഇവിടെ ഇപ്പം എന്താ നടക്കാൻ പോണേ? ഇന്നും നാളെ നമ്മളെ ശരിയാക്കാനുള്ള ട്രീറ്റ്മെന്റാണ് നടക്കുന്നത്. അപ്പൊ എവിടാ ഒടിഞ്ഞത് അത് കാണിച്ചു കൊടുക്കണം, എവിടെയാ ചതഞ്ഞെന്ന് അത് കാണിച്ചു കൊടുക്കണം. അത് മൂടി വെച്ചിട്ട് മറ്റേ കാല് നീട്ടരുത്. സ്തോത്രം. ഞാനൊരു മഹായോഗത്തിൽ പ്രസംഗിച്ചിറങ്ങി വന്നപ്പോൾ ഒരാളെന്റെ ചെവി പറയുക, എല്ലാവർക്കും നല്ലോണം കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ഗൗരവത്തോടെ മുഖത്തോട്ട് നോക്കി. പുള്ളി പറഞ്ഞതിന്റെ അർത്ഥം പുള്ളിക്ക് കിട്ടിയില്ലെന്നല്ലേ? അപ്പൊ നമ്മൾ ഇരിക്കുന്നത് വല്ലവർക്കും കിട്ടുന്നുണ്ടോ നോക്കാനല്ലേ? നിനക്ക് കിട്ടിയോ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും? പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? ഇനിയും ഒരു മീറ്റിങ്ങിന് പോയാൽ, എൻ്റെ കർത്താവേ, എനിക്ക് കാണാൻ പാടില്ലാത്തതും എനിക്ക് കേടുവരുത്തുന്നതുമായ എൻ്റെ കുറവുകളെ കാണാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ എഴുതി വെച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് കാണാൻ പറ്റാത്തതും എനിക്ക് കേടുവരുത്തുന്നതുമായ എൻ്റെ കുറവുകളെ കാണുവാൻ
എന്റെ കണ്ണു തുറക്കണമേ. വചന കേൾവി കൊണ്ട് എന്താ നടക്കേണ്ടത്? നമ്മളെ തിരുത്താനല്ലേ നമ്മൾ വന്നത്? നമ്മളെ തിരുത്താനല്ലേ നമ്മൾ വന്നത്? നമ്മളെ തിരുത്താനുള്ള ദൈവവചനം വെളിപ്പെടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒന്ന് സമർപ്പിക്കാതെ പറ്റുമോ? നമ്മൾ ആ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചാലല്ലേ ദൈവം ആ ആംഗിളിലൂടെ നമ്മൾ ഇടപെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മൂടിവെക്കാൻ ശ്രമിക്കുകയും അത് മറയ്ക്കുകയുമാണ്. എന്നിട്ട് മറ്റാരുടെയെങ്കിലും കുറ്റമുണ്ടോ എന്ന് സദാ തപ്പിക്കൊണ്ടിരിക്കുക. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അനുസരണം കാണിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ എനിക്ക് തരണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് എന്നെ കഴുകണമേ, എന്നോട് സംസാരിക്കണമേ. നമ്മൾ അനുദിനവും ശുദ്ധീകരണത്തിൽ വളരാനാ നമ്മളെ ഈ മീറ്റിങ്ങുകളിലൊക്കെ ദൈവം കൂട്ടി വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അനുസരണത്തെക്കുറിച്ച് ഈ പേജിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം. ആ തുറന്നു വെച്ചിരിക്കുന്ന പേജിൽ തന്നെ നോക്കിയേ. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അനുസരണത്തെക്കുറിച്ച് 2-ാമത്തെ വാക്ക്. 3-ാമത്തെ വാക്ക് 2:8 അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. അവർ വചനം അനുസരിക്കാത്തത് കൊണ്ട് ഇടറിപ്പോകുന്നു. അപ്പൊ അനുസരിക്കുക എന്നത് 2 വാക്കും, അനുസരിക്കാത്തവരെ കുറിച്ച് 1 വാക്കും ഈ ഒറ്റ പേജിൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് 2:8 എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയൊരു വാക്യമാണ്. അത് ഇങ്ങനെയാണ്: അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. സങ്കടം ഉണ്ടാക്കിയത് അടുത്ത വാചകമാണ്. അതിന് അവരെ വെച്ചുവരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കാതെ അങ്ങ് പൊക്കോട്ടെന്ന് ദൈവം വെച്ചെന്ന്. അതെന്താ അങ്ങനെ വെക്കുന്നേ? കാണിച്ചു തരാം. തുറക്കൂ റോമാലേഖനം. ഒന്നാം അധ്യായം 24-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ആരേൽപ്പിച്ചു? ദൈവമേൽപ്പിച്ചു. അടുത്തത് 26. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 28. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? ഉത്തരം മോളി കിടപ്പുണ്ട്. 21. ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെ അറിഞ്ഞിട്ടും നമ്മൾ ഒരുമിച്ച് വേദോസം പഠിക്കുക, പ്രസംഗിക്കുകയല്ല. ഒരുമിച്ച് 2 പേരേ ഉള്ളൂ എന്റെ മുമ്പിലെന്നുള്ള ചിന്തയല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ഇനി മനസ്സിലാകുന്ന ഭാഷ പറയുക, അറിഞ്ഞതിനൊത്തവണ്ണം ജീവിച്ചില്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അറിഞ്ഞതിനൊത്തവണ്ണം ആരാധിച്ചില്ല, അറിഞ്ഞതിനൊത്തവണ്ണം പ്രവർത്തിച്ചില്ല, അറിഞ്ഞതിനൊത്തവണ്ണം ജീവിച്ചില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഹൃദയം ഇരുണ്ടുപോയി. തുടർന്ന് എന്ത് സംഭവിച്ചു? ദൈവങ്ങളെ നിർമ്മിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, വൃത്തികേടിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പഠിക്കാം. അറിഞ്ഞതിന് ഒത്തവണ്ണം ജീവിക്കാതിരുന്നാൽ പിന്നെ അറിവങ്ങ് നിൽക്കും. ദൈവത്തെക്കുറിച്ചുള്ള വെളിച്ചം അങ്ങ് മങ്ങും. പിന്നെ ഇരുട്ട് കയറി മൂടും.
പിന്നെ എന്ത് ചെയ്താലും കുറ്റബോധമില്ലാത്ത അവസ്ഥ വരും. പിന്നെ ക്രൂരനായി മാറും. അനുസരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം അവനെ അങ്ങനെ ഒരു കണ്ടീഷനിലാക്കും. 1 പത്രോസ് 2:8 അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനായിട്ട് അവരെ വെച്ചു വിരിക്കുന്നു. ദൈവത്തെ ഒരുത്തൻ അറിഞ്ഞാൽ, നിങ്ങൾ പറ, ദൈവത്തെ ഒരുത്തൻ അറിഞ്ഞാൽ അവന് ദൈവഭയം കൂടുകയില്ലേ? അവൻ ഒരു വാക്ക് കടത്തി പറയാൻ അവന് പേടിയാ. കാരണം അവന് ദൈവത്തെ അറിഞ്ഞു. ദൈവം ദൂരെയല്ല നിൽക്കുന്നത്, കൂടെ നിൽക്കുക. അതുകൊണ്ട് അവൻ വാക്ക് സൂക്ഷിക്കും, അതുകൊണ്ട് അവൻ പ്രവൃത്തി സൂക്ഷിക്കും, അതുകൊണ്ട് അവൻ പണത്തെ സൂക്ഷിക്കും. അവൻ എല്ലാറ്റിനകത്തും ഒരു ഭയമുള്ളവനായി മാറും. ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെ അറിഞ്ഞതിനൊത്തവണ്ണം അവൻ ജീവിക്കാൻ തുടങ്ങി. ദൈവത്തെ അറിഞ്ഞതിനൊത്തവണ്ണം അവൻ ആരാധിക്കാൻ തുടങ്ങി. ഇത് അനുദിനം വരുമ്പോൾ ഇവനിലൊരു ഭയങ്കര മാറ്റം വരും. ഇവൻ പകല് മാറും. 10 കൊല്ലം ആരാധിച്ചിട്ട് നീ ജഡീകനായോ അതോ ആത്മീകനായോ? 20 കൊല്ലം സഭയെ വന്നിട്ട് പകയും പിണക്കവും കുറഞ്ഞോ? സ്നേഹം വർദ്ധിച്ചോ? ബഹുമാനം വർദ്ധിച്ചോ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീർന്നോ? സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? വിനയം വർദ്ധിച്ചിട്ടുണ്ടോ? സൗമ്യത വർദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തു സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് അറിയാമോ? അറിയാതെ നിങ്ങളെ അനുസരണക്കേടിന്റെ ആത്മാവിനെ ഏൽപ്പിക്കുക. ഈ ഗതികേട് പലർക്കും സംഭവിച്ചു കഴിഞ്ഞു. അത് അവര് പോലും തിരിച്ചറിയുന്നില്ല. എന്നാൽ നിങ്ങളോ? 1 പത്രോസ് 2:8 കഴിഞ്ഞ് അടുത്ത വാക്കാ നിങ്ങളോ. അപ്പൊ നമ്മളാ നിങ്ങളോ എടുത്തിങ്ങനെ പറയുമ്പോ അതിനകത്ത് അതിന്റെ മറുവശം മറ്റേത് പഠിക്കണം. ഇതേപോലെ തന്നെ ദൈവപ്രകാശം ലഭിച്ചിട്ട് അനുസരിക്കാതെ നടന്ന് അനുസരണക്കേടിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ അനുസരണം. അവർ വചനമനുസരിക്കാത്തതുകൊണ്ട് ഇടറിപ്പോകുന്നു, അതിനായിട്ട് അവരെ വെച്ചുമിരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെ സംഭവിക്കും. ലഭിച്ച പ്രകാശത്തിനനുസരിച്ച് ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ പിന്നെ ഒരിക്കലും അനുസരിക്കാൻ മേലാത്തൊരു മൂഡിലേക്ക് നമ്മൾ പോകും. അത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട ഒരു കാര്യമാണ്. ലഭിച്ച വെളിച്ചത്തെ അനുസരിക്കാതിരുന്നാൽ പിന്നെ അനുസരിക്കേണ്ടാത്ത നിലയിലേക്ക് ആകും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നാം ദൈവത്തെ അറിയുന്ന ആ ദിനങ്ങളിൽ നമ്മുടെ മനസാക്ഷി വളരെ ലോലമാണ്. നമുക്ക് ഒരു ചെറിയ കാര്യം പോലും കർത്താവിനെ വേദനിപ്പിക്കുന്നത് ചെയ്യാനോ പറയാനോ പറ്റത്തില്ല. കുറെ നാൾ കഴിയുമ്പോൾ നമുക്കത് വലിയ വിഷമമില്ലാതെ വരും. ദാവീദിന് തന്റെ ശത്രുവിന്റെ അങ്കിയുടെ അറ്റം മുറിച്ചെടുത്തു. തന്നെ കൊല്ലാൻ വന്നപ്പോഴാ മുറിച്ചെടുത്തിട്ട് കുറ്റബോധമായി. എന്നിട്ട് പിന്നെ വിളിച്ചുപോയി, ഞാൻ മുറിച്ചെടുത്തെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആളെ കൊന്നിട്ടും കുറ്റബോധം ഉണ്ടായില്ല. ഞാൻ പറയുന്ന ഓർമ്മയുണ്ടോ സംഭവം? ദാവീദിന് ആരംഭകാലങ്ങളിൽ തന്റെ ശത്രുവിന്റെ അങ്കിയുടെ അറ്റം മുറിച്ചെടുത്തിട്ട് ഉറക്കം വരുന്നില്ല. അതൊരു ലെവലാ മനസാക്ഷിയുടെ. കുറെ കാലം കഴിഞ്ഞ് വിശ്വാസത്തിൽ വളർന്നിങ്ങനെ വരിക, ആത്മീയത്തില് വളരുകയല്ല, ആത്മീയത്തിൽ ഇങ്ങനെ മുന്നേറുക. സീനിയർ ആയപ്പോൾ ആളെ കൊന്നു, വ്യഭിചാരം ചെയ്തു, കുറ്റബോധം വന്നില്ല. ഒരു പ്രവാചകനെ ദൈവം പറഞ്ഞു വിട്ടു ഇവനെ കുറ്റം ഓർപ്പിക്കാൻ വേണ്ടി. പക്ഷേ ആ പ്രവാചകനെ ഒറ്റ വെട്ടിന് കൊല്ലാനുള്ള അധികാരം ഇവനുണ്ടായിട്ടും ഇവൻ ആ പ്രവാചകന്റെ വാക്കിന്റെ മുമ്പിൽ കീഴടങ്ങി. ഞാൻ നിർമ്മലനാകേണ്ടതിന് എന്നെ കഴുകണമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. അവിടം വരെ അദ്ദേഹം അതപ്പതിച്ചുള്ളൂ. തെറ്റ് തിരുത്തി തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ വെട്ടിക്കൊല്ലാനുള്ള നിലയിലേക്ക് അവൻ അതപ്പതിച്ചില്ല.
അത് ദൈവത്തിന്റെ വലിയ കരുണയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാ നമ്മുടെ ഈ മനസ്സിന്റെ ലെവല് പോണത്. ഒരാളെ വേദനിപ്പിച്ചാലോ ഒരാളെ കുറിച്ച് ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ചാലോ മനസ്സിനൊരു അസ്വസ്ഥതയും നിനക്ക് വരുന്നില്ല. സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നുള്ള വാക്യം നിന്നെയും കൂടെ ബാധിക്കുന്നതാണ് കേട്ടോ. ഓർക്കുക, നാം എന്തിനിറങ്ങി തിരിച്ചു? മറ്റൊരു മതം പോലെ ഒരു മതം ഉണ്ടാക്കാനാണോ എന്നെ നിങ്ങളെ ദൈവം വിളിച്ചത്? അല്ല. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. ആരാണ് വിശ്വാസികൾ? അവർ ചിതറിപ്പാർക്കുന്നവരാണ്, അവർ പരദേശികളാണ്, അവർ ദൈവത്തിന്റെ മുന്നറിവിൽപ്പെട്ടവരാണ്. മുന്നറിവിൽപ്പെട്ടത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വേദഭാഗമാണ് മുന്നറിവും മുൻനിയമനവും വേദാധ്യാപകരെ എപ്പോഴും കുഴയ്ക്കുന്ന ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അവൻ നമ്മളെ അറിയുന്നു. പക്ഷേ നമ്മുടെ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ തീരുമാനവും കൂടെ വരുമ്പോഴേ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അത് ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ അങ്ങേയറ്റത്ത് കിടക്കുന്ന കാര്യമാണ്. എന്നാലും ദൈവത്തിന്റെ മുന്നറിവിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? എന്താ ഇതിനകത്തെ അർത്ഥം? എടുത്താട്ട റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായോ? 1, 2, 3, 10 പ്രാവശ്യം വായിച്ചാൽ മതി, മനസ്സിലാവും. അവൻ മുന്നറിഞ്ഞവരെ പിതാവായ ദൈവം നമ്മളെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതും. ഒന്നുകൂടെ പറയാം. പിതാവായ ദൈവം നമ്മളെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതും. അങ്ങനെ നമ്മൾ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്ര സ്വരൂപത്തോട് അനുരൂപരാകുമ്പോൾ യേശു നമ്മുടെ മൂത്ത സഹോദരനാകും. സ്തോത്രം. ഒന്നുകൂടെ പറയാം. പിതാവിന്റെ മുന്നറിവിൽപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് നാം യേശുക്രിസ്തുവിനെ പോലെ ആകണമെന്നാണ്. പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മാതാവിനെ സൃഷ്ടിച്ചു. അവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. യേശുക്രിസ്തുവിൽ കൂടെ വീണ്ടും അത് ദൈവം പുനഃസൃഷ്ടിക്കുകയാണ്. യേശുക്രിസ്തുവിൽ കൂടെ നമ്മെ പുതുസൃഷ്ടിയാക്കുക. അതാ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. യേശുക്രിസ്തുവിനോട് തുല്യരായ അനുരൂപരായ ഒരു തലമുറയാണ് പുതിയ നിയമത്തിലൂടെ പിതാവായ ദൈവം മുന്നറിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ വളരെ വിലയേറിയ സത്യം ഈ വാക്യത്തിൽ മറച്ചു വെച്ചിരിക്കുക. യേശുക്രിസ്തു എന്റെ ജ്യേഷ്ഠനായി മാറും. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതൻ. പിതാവായ ദൈവത്തിന് ഒരു മകനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കുകയും അനുദിനം വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്ത് പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനും നാം അവന്റെ സഹോദരങ്ങളുമായി തീരും. ഇതാണ് ദൈവസഭ. ഇതാണ് ദൈവത്തിന്റെ മുൻ നിർണയത്തിന്റെ കാര്യപരിപാടി. അങ്ങനെയാണെങ്കിൽ ഈ മുന്നറിവിൽപ്പെട്ട കാര്യത്തിന്റെ കാതലായ കാര്യം പത്രോസ് പറയുന്നത്, നിങ്ങൾ വിശുദ്ധീകരണം പ്രാപിക്കണം. എന്തിനാണ്? പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. വിശദീകരിക്കാം. വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ വെളിപ്പാടിലൂടെ കാണണം. 1 യോഹന്നാൻ 3:3 അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ
തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമ്മൾ ചെയ്യേണ്ടത് തന്നെ തന്നെ നിർമ്മലീകരിക്കുക. എന്തിനാണ്? വാക്യം 2, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. യേശു മടങ്ങി വരുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പോൾ യേശു ക്രിസ്തുവിനോട് നാം സദൃശന്മാരാകും. ഇതാണ് ദൈവത്തിന്റെ മുൻനിർണയം. യേശു ക്രിസ്തുവിനോട് ഞാനും നിങ്ങളും സാരൂപ്യം പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ മുൻനിർണയം. പക്ഷെ അതിൽ നമുക്കൊരു പങ്കുണ്ടെന്നുള്ളതാണ് വിഷയം. ആ പങ്കെന്താന്ന് വാക്യം 3 പറഞ്ഞിരിക്കുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാം കൊണ്ടും എന്തുകൊണ്ടും, പ്രാർത്ഥന കൊണ്ടും വചനം കൊണ്ടും പ്രസംഗം കൊണ്ടും ഉപവാസം കൊണ്ടും അഭിഷേകം കൊണ്ടും കൃപാവരം കൊണ്ടും വീര്യപ്രവൃത്തി കൊണ്ടും സംഭവിക്കേണ്ട എന്നാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുക. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സ്വയപരിശോധന ചെയ്തേ. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിൽ നമ്മൾ എത്ര വളർന്നു? വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നാം പദ്ധതിക്ക് പുറത്താ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിൽ നാം എത്ര വളർന്നു? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വേറെ ആരെയും നോക്കണ്ട, യേശുവിനെ നോക്ക്. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. യേശുവിനെ നോക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ വിശുദ്ധ ജീവിതം? കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിൽ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പത്രോസ് ആ കാര്യം പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 പത്രോസ് 4:1. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. എനിക്ക് ഈ വാക്യം വായിച്ചിട്ട് മനസ്സിലായില്ല. ഞാൻ പിന്നെയും പ്രാർത്ഥനയോടെ വായിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കുക, എന്താ നമ്മൾ ധരിക്കേണ്ടത്? ആ വാക്യത്തിലുണ്ട്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം. അപ്പൊ എന്താ ധരിക്കേണ്ടത്? ക്രിസ്തുവിന്റെ ഭാവം. ഏത് ഭാവം? കഷ്ടം അനുഭവിച്ചപ്പോഴത്തെ ഭാവം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുമ്പോഴുള്ള ആ മനോഭാവം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ആ ഭാവം നിങ്ങൾ ആയുധമായി ധരിപ്പി. ആയുധം എന്തിനാ? എതിർക്കാൻ, സംരക്ഷിക്കാൻ. അപ്പൊ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സംരക്ഷണവും ആയുധവും ക്രിസ്തുവിന്റെ മനോഭാവമാണ്. ഇതാ വിശുദ്ധീകരണം. ഇതാണ് ദൈവത്തിന്റെ മുൻനിർണയത്തിന്റെ കാര്യപരിപാടി. ഇതിനാണ് വചനം തന്നിരിക്കുന്നത്. വചനം അനുസരിക്കാനുള്ളതാണ്. അനുസരണത്തിലൂടെ മാത്രമേ ഈ ജഡ മനുഷ്യന് മാറ്റം വരത്തുള്ളൂ. ഈ അനുസരണം നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനാണ് ഉപവസിക്കുന്നത്. എന്തിനാണ് ഉപവസിക്കുന്നത്? യഥാർത്ഥത്തിൽ ഉപവസിക്കുന്നത് എന്തിനാണ്? ദൈവത്തിന്റെ സ്വഭാവം മാറ്റാനാണോ? സാധിക്കത്തില്ല. നമ്മളിലെ മരുങ്ങാത്ത മനുഷ്യനെ മരുക്കാനാ. ദൈവത്തെ കൊണ്ട് വരച്ച വരെ നിർത്തി കാര്യം സാധിച്ചെടുക്കാനല്ല, നമ്മുടെ അകത്ത് മാറ്റം വരുത്താനാ. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നേ? ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്നാ? കർത്താവ് വരാൻ പോണു. അതുകൊണ്ടാ കർത്താവ് വരാൻ പോവുക. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണേണ്ടതാകുന്നു. അവനോട് നാം സദൃശന്മാരാകാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന നാളുകളിൽ ഓരോ ദിവസവും ഓരോ മീറ്റിംഗ് കൊണ്ടും നടക്കേണ്ടത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട്
നാം അനുരൂപരാകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രെയർ കോൺഫറൻസ് കൊണ്ടും നമുക്ക് നടക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തിലെ മാറ്റമാണ്. സ്വഭാവത്തിൽ മാറ്റം വരുത്താത്ത ഒരാള് വേദപുസ്തകം പഠിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? ഇന്ന് സാത്താന്റെ ഏറ്റവും വലിയൊരു തന്ത്രം എന്നാണെന്നറിയോ? വേദപുസ്തകത്തിൽ പാണ്ഡിത്യമുള്ളവരാക്കി മാറ്റുകയാണ് ആളുകളെ. ഞാൻ നിങ്ങളെ കാണിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2 മുതൽ ഞാൻ വായിക്കാൻ നോക്കണം. വേദപുസ്തകത്തിൽ പാണ്ഡിത്യമുള്ള ഒരു കൂട്ടരെ കാണിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിങ്ങൾക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എന്റെ ചോദ്യം, ഇവർക്ക് വചനം അറിയില്ലേ? കള്ള അപ്പോസ്തലനെ കയ്യോടെ പിടിച്ച് ഇനി ഒരു സഭയിലും അവനെ കേറ്റരുതെന്ന് പ്രഖ്യാപനം ചെയ്യാനുള്ള അറിവും കഴിവുമുള്ള വിശ്വാസികളാണ് ഈ ചർച്ചിലുള്ളത്. അതിന്റെ അർത്ഥം അവർക്ക് ഡോക്ട്രിനലായിട്ട് നല്ല അറിവുണ്ട്. അപ്പൊ ഈ വചനത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശ നിശ്ചയം പ്രാപിക്കുക എന്നല്ല, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക എന്നാ. ഉപദേശ നിശ്ചയം വേണം. ഉപദേശ നിശ്ചയത്തിൽ ഇവര് നമ്പർ 1 ആണ്. 2, പ്രവർത്തനത്തിൽ ഇവർ നമ്പർ 1 ആണ്. നിന്റെ പ്രവൃത്തിയും പ്രയത്നവും ഞാൻ അറിയാം. അത് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവർക്ക്, ഉപദേശ നിശ്ചയമുണ്ട്. പക്ഷെ സ്വഭാവ രൂപീകരണം ഇല്ല. എന്തിനാ ഇതിങ്ങനെ കാണുന്നേ? ഇത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ചിന്റെ അവസ്ഥയാ. പക്ഷെ ഈ ഒരു ദരിദ്രമായ അവസ്ഥയെക്കുറിച്ച് ആർക്കും ഭാരമില്ല. വേറെന്തോ ആ സഭയെന്ന ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നു. ഈ കാര്യത്തിലല്ലേ ഇവർ വളരെ മുൻനിരയിലാണ്. ഇന്ന് ഇങ്ങനെയൊരു ചർച്ച് ഉണ്ടെങ്കിൽ ആ ചർച്ചിന് ബെസ്റ്റ് ചർച്ച് അവാർഡ് നമ്മൾ കൊടുക്കും. ഒന്നുകൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത. പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത. അടുത്തത് അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്തവരെ സഹിക്കത്തില്ല ഇവര്. കൊള്ളരുതാത്തവരെ സഹിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ വയലന്റ് ആവും. കൊള്ളരുതാത്തവരോട് അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ നല്ല സ്വഭാവമല്ലേ? നല്ല കാര്യമാ. അപ്പോസ്തലന്മാരല്ലാതിരിക്കുക. അപ്പോസ്തലന്മാർ ലീഡേഴ്സിൽ തെറ്റ് കണ്ടാൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യും. ഇത്രയും കഴിവുള്ള ചർച്ചിനെ ബെസ്റ്റ് ചർച്ച് അവാർഡ് കൊടുക്കണ്ടേ? ഇന്നാണെങ്കിൽ ഈ ചർച്ചിന് ഒന്നാം തരം ചർച്ച് എന്നുള്ള അവാർഡ് കൊടുക്കും. കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, ഇതെല്ലാം ശരിയാണെങ്കിലും നിന്റെ സ്നേഹമില്ല. ഞാൻ ഉടനെ സീനിയർ പാസ്റ്റേഴ്സിനോട് ചോദിച്ചു, അച്ചായ ഇത്രയും നല്ല നിലയിൽ ഈ ചർച്ച് ബിഹേവ് ചെയ്തിട്ട് ഇവരുടെ സ്നേഹം പോകാൻ കാരണം എന്നാ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം പറഞ്ഞത്, മോനെ അവരുടെ പ്രശ്നം ഇതാണെന്നാ എനിക്ക് തോന്നുന്നത്. അവർ ഈ കള്ളനെ പിടുത്തത്തിൽ ഫോക്കസ് ചെയ്തു. അപ്പൊ അവർ ഏത് മീറ്റിങ്ങിലും വന്ന കള്ളനാണോന്ന് അവരുടെ ചിന്ത. കള്ളനാകാൻ സാധ്യതയുണ്ട്. കള്ളനെ പിടുത്തത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തു. അപ്പോ സ്നേഹം പോയി. ഇതായിരിക്കാം സംഭവിച്ചതെന്നാ. പ്രൈസ് ദി ലോർഡ്. ഇതായിരിക്കാം സംഭവിച്ചത്. അപ്പൊ ഇവര് ഒരു യോഗത്തിൽ ദൈവം എന്നോട് സംസാരിക്കണമെന്ന് പറയുന്നില്ല. തിരുവല്ലയിൽ നടന്ന കേരളത്തിലെ ഒരു പ്രമുഖ സഭയുടെ ജനറൽ കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട കാനാച്ചൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. കാനാച്ചൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവരെല്ലാം പ്രസംഗം അകത്തിങ്ങനെ തിങ്ങി നിൽക്കുന്നത് അവരുടെ മുഖത്തുനിന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കാരണം എന്നോട് സംസാരിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരും ഇവിടെ ഇരിപ്പില്ല. അത് കാരണം എനിക്കൊരു ദൂത് പ്രകാശിക്കുന്നുമില്ല. അതുകൊണ്ട് എന്നോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ എപ്പോൾ തുടങ്ങുന്നോ അപ്പം മാത്രമേ ദൂത് സ്വർഗത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ.
അതെ, സത്യമായിട്ട് എന്നോട് സംസാരിക്കണേ കർത്താവേ എന്ന് പറയാൻ ഈ എഫേസോസിൽ ആരുമില്ല. കർത്താവേ, ഇതിനകത്തൊരു കള്ളം വന്നിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കാനുള്ള കൃപ എനിക്ക് തരണേ. അപ്പൊ ഇവരൊരു നല്ല ഏബിളാണ് ഈ ചർച്ച, എന്തിനും കൊള്ളാം ഇവരെ. പക്ഷെ തമ്പുരാൻ നോക്കിയിട്ട് പറയുന്നു നിന്റെ കാര്യം പോക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എഴുതി തന്നിരിക്കുകയല്ലേ, ഇത് എഴുതി തന്നിരിക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് നിന്റെ കാര്യം രക്ഷപ്പെടുമെന്നല്ല, അപകടത്തിലാന്നാ. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന വിശുദ്ധന്മാരെ, നമ്മൾ ഈ വചനം കേൾക്കുന്നതെല്ലാം എന്തിനാണ്? സ്നാനപ്പെട്ടതുകൊണ്ടോ എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞതുകൊണ്ടോ വിശുദ്ധരായി എന്ന് നമ്മൾ ധരിക്കുന്നു. വിശുദ്ധരായി എന്ന് നമ്മൾ ധരിക്കുന്നു. ഞാൻ നിങ്ങളെ മറ്റൊരു കാര്യം കാണിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ഇവിടെ 2 കാര്യം പ്രധാനമായിട്ട് ചെയ്യാൻ പറയുന്നു. 1 നീക്കുക, 2 കുടിക്കുക. നീക്കുക, കുടിക്കുക. ഇതെന്ന് ചെയ്യണം? എന്നും ചെയ്യണം. എത്ര കാലം ചെയ്യണം? കർത്താവ് വരുന്നവരെ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? നീക്കിക്കൊണ്ടേ ഇരിക്കണം, കുടിച്ചോണ്ടേ ഇരിക്കണം. അപ്പൊ ഒരാളൊരു ചോദ്യം എന്നോട് ചോദിച്ചു, നീക്കാതെ കുടിച്ചാലോ? ഇപ്പൊ കാണുന്ന കോലത്തിലാവും. അതല്ല, കുടിച്ച് അങ്ങ് വണ്ണം വെച്ചിരിക്കുക. നീക്കിയിട്ടില്ല ഒന്നും. വണ്ണം കുറയ്ക്കാൻ, വെയിറ്റ് കുറയ്ക്കാൻ ഒരാൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോ 124 കിലോ ഉണ്ടാള്. ഡോക്ടർ പറഞ്ഞു, ഇനിയും നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങൾ മരിച്ചു പോകും, അല്ലെ നിങ്ങൾ കിടപ്പിലായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ മരുന്ന് കഴിക്കണം. ഞാൻ രക്ഷപ്പെടുവോ സാറേ? നിങ്ങൾ രക്ഷപ്പെടുത്താം, പക്ഷെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഡോക്ടർ മരുന്നും കൊടുത്തു, ഒരു ഭക്ഷണക്രമം എഴുതി കൊടുത്തു. രാവിലെ 1 ഇഡ്ഡലി, ഒരു ചെറിയ പഴം, 1 കപ്പ് ചായ, ഉച്ചയ്ക്ക് 1 സ്പൂൺ ചോറ്, ഇച്ചിരി പച്ചക്കറി കൂടെ കൊടുത്തു, വൈകിട്ട് 1 ചപ്പാത്തി. 1 മാസം ഇതുപോലെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. വന്ന വഴി ത്ലാശ കയറ്റി നിർത്തി. 134, 10 കിലോ കൂടി. ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, എന്തോ പ്രശ്നം? ഞാൻ പറഞ്ഞ പോലെയാണോ കഴിച്ചത്? അതെ. എന്തൊക്കെ കഴിച്ചു? ഞാൻ പറഞ്ഞ പോലെയാണോ മരുന്നും ഭക്ഷണം കഴിച്ചത്? അതെ. ഭക്ഷണത്തിന് ശേഷമാണ് കഴിച്ചതെന്ന് പറഞ്ഞു. പുള്ളി ഭക്ഷണത്തിന് ശേഷമാണ് ഈ പറഞ്ഞ 1 ഇഡ്ഡലി, ഈ പറഞ്ഞ 1 ചപ്പാത്തിയും കഴിച്ചത്. ചിരിക്കാനല്ല. നീക്കുന്നില്ല, കഴിക്കുന്നുണ്ട്. നീക്കുന്നില്ല, കഴിക്കുന്നുണ്ട്. എല്ലാരും പണ്ഡിതരാ. സമയം കൊടുത്തേ ഇപ്പൊ ഇതിനകത്തോട്ട്. ആരെ പ്രസംഗിക്കല്ലാതെ? നീക്കുന്നില്ല, കഴിച്ചോണ്ടേയിരിക്കുക. ജഡീകരായി മാറുക. ജഡീകരെ സൃഷ്ടിക്കാനാണോ ഇപ്പൊ ഈ പാടുപെട്ടത്? ഒരു കൂട്ടം കപടഭക്തരെ സൃഷ്ടിക്കാനാണോ ഇപ്പൊ ഇതിനകത്തോട്ട് വന്നത്? എങ്കിൽ മറ്റേതാ ഇതിനേക്കാൾ ഭേദം. ഒരു സംശയം വേണ്ട. ഒരു വലിയ ദുരന്തത്തിലാ നമ്മൾ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയ കൂട്ടത്തെയെങ്കിലും പുറത്തെടുക്കാൻ ദൈവം പ്ലാൻ ഇട്ടിട്ട ചിലരെയൊക്കെ പ്രാർത്ഥിക്കാൻ വിളിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? കർത്താവ് ഇന്ന് വരെ കേൾക്കാത്ത ദൂത് കേൾപ്പിക്കണേ. എന്നിട്ട് എന്നാ ഗുണം? യോഗം കഴിയുമ്പോ അത് കൊള്ളായിരുന്നു, മറ്റേത് അത്ര ഒത്തില്ല. ഇതിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. പ്രസംഗ മത്സരമാണെന്ന് തോന്നുന്നു. നമ്മൾ ചില സ്ഥലത്ത് ചെന്നാ മാർക്കിടുക. അത് കൊള്ളാം, ആദ്യത്തെ പുള്ളിയുടേതായിരുന്നു നല്ലത്, രണ്ടാമത്തെ അത്ര ഏറ്റില്ല. ഇത് എന്തിനിങ്ങനെ കേൾക്കണം? എന്തിനു കേൾക്കണം? നീക്കണം, കുടിക്കണം. നീക്കുന്നില്ല, ഒന്നും നീക്കുന്നില്ല. കുടിയോടുകൂടിയ ഇന്റർനെറ്റിൽ നിന്ന് കുടിക്കുന്നു, ടെലിവിഷനിൽ നിന്ന് കുടിക്കുന്നു, യോഗത്തിൽ നിന്ന് കുടിക്കുന്നു.
Again, Shankar on the coconut tree. എനിക്ക് 2015 ദൈവം തന്ന ഒരു സന്ദേശമാണ് ആത്മീയ വളർച്ച. ഞാൻ വിളിക്കുന്ന യോഗങ്ങൾക്ക് പോക്ക് നിർത്തി ഞാൻ തന്നെ യോഗം വെക്കുക കേരളത്തിൽ. പിന്നെ നോ പറയാൻ മേലാത്ത ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ജോസ് വേങ്ങൂര് പോലെയുള്ള അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോകുന്നേ ഉള്ളൂ. വളരെ കുറച്ചേ പോകുന്നുള്ളൂ. കാരണം ഇതെല്ലാം മനസ്സിലാക്കി നടന്നിട്ട് ഒരു യോഗത്തിന് ഒരു കൂട്ടർ വിളിച്ചാൽ വേറൊരു കൂട്ടർ വരത്തില്ല. പിന്നെ അവർക്ക് വേണ്ടി വേറെ വരണം. കർത്താവ് വരാൻ വൈകുന്നതിന്റെ കാരണം എനിക്ക് പിടികിട്ടി. ഒരു രാജ്യത്ത് ഒരാൾ ഇറക്കിയാൽ മറ്റേ ആള് വിളിച്ചാലും പോകരുതെന്നൊരു ധാരണ ഇറക്കി ചെവി തരും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്തെല്ലാം ഭയങ്കര അട്ടിമറി നടക്കുക. ഒരു മാറ്റവും ജനത്തിന് വരുന്നില്ല. ഈ തൊണ്ട വെറുതെ പൊട്ടിക്കുക. നമ്മൾ ഈ കൈയടിയെല്ലാം കാണുമ്പോ എടാ ഉണർന്ന് എല്ലാവരും പർദീസൽ എത്തുന്നോർത്തിരിക്കുക. അനങ്ങുകയില്ല ഒരെണ്ണം. ആദ്യത്തെക്കാൾ മോശമായ അവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ നീക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇനി ഒരെണ്ണം കൂടെ കാണിക്കാൻ പോവുക. അത് എനിക്ക് കുരിശുണ്ടാക്കുന്ന പണിയാന്നറിയാം, എന്നാലും കാണിക്കാൻ പോവുക. 2:1 സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കണം. ശരിയല്ലേ? എങ്കിൽ 3:3 വായിച്ചേ. ആരെങ്കിലും കിട്ടിയൊരു ഉറക്കെ വായിച്ചേ. സഹോദരിമാര് വായിച്ചാൽ അധികം നല്ലത്. ആ ആ ആ ആ അത്രയും മതി, നിർത്തിക്കോ. ഇനി 2:1 3:3 കൂടുതൽ എംഫസൈസ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞാൽ മതി. 2:1 3:3 തമ്പുരാൻ ഗൗരവത്തോടെ പറഞ്ഞിരിക്കുന്നത്? ഉറക്കെ പറ. നമ്മൾ പറഞ്ഞിരിക്കുന്നതല്ല ഞാൻ ചോദിച്ചത്, കർത്താവ് പറഞ്ഞാ ചോദിച്ചത്. 2:1 കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതിനാ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? 3:3. ഇത് സമ്മതിച്ചാ മതി. നാളെ ബാബു ചെറിയാൻ വന്നിച്ച് മാല ഇട്ടോളാൻ പറഞ്ഞെന്ന് പറയരുത്. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് സമാധാനമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. യോഗം കഴിഞ്ഞ് എന്നോട് ചോദിക്കൂ. ഞാൻ ഭൂലോക പണ്ഡിതനല്ല, പക്ഷെ ആത്മീക സത്യം ഞാൻ പറയാം. നീക്കുവീൻ എന്ന ആഭരണത്തെ കുറിച്ചല്ല പറഞ്ഞത്, സ്വഭാവത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇട്ടോളാനാണോ പറഞ്ഞത്? ഇല്ല, ഞാൻ ഇട്ടുകയില്ല, എന്റെ പിള്ളേരും ഇടുകയില്ല, പിള്ളേരുടെ പിള്ളേരും ഇടുകയില്ല. ഞാൻ ഗ്യാരണ്ടി തരാം, കാരണം ഞാനതല്ലേ പഠിപ്പിക്കുന്നത്. പക്ഷേ കുശുമ്പിനേക്കാൾ വലുതൊന്നും അല്ല കാതിപ്പു. അന്തരീക്ഷം പോയോ? അപ്പൊ എന്നോട് ഒരാൾ പറയാ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇടാത്തവരും കൂടി ഇടും പാസ്റ്റർ. ഞാൻ പറഞ്ഞു, മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ അറിയാതെ ഒരു കപടഭക്തരെ സൃഷ്ടിക്കുക. എന്നാന്നറിയാവോ? ഞാനിത് ഇട്ടിട്ടില്ലെന്നുള്ളതാ എന്റെ അഹങ്കാരം. എന്നെ കപടഭക്തനാക്കി മാറ്റി. നിനക്ക് വിനയമുണ്ടോ? താഴ്മയുണ്ടോ? വിട്ടുവീഴ്ച ചെയ്യുവോ? ക്ഷമിക്കുവോ? അപ്പോ പ്രധാന കാര്യങ്ങൾ പറയാതെയും അപ്രധാന കാര്യങ്ങളെ അമിതമായി പറയുകയും ചെയ്താൽ ഒരു കപടഭക്ത സമൂഹത്തെ സൃഷ്ടിക്കും. നീക്കാൻ പറഞ്ഞത് നീക്കിയില്ല. അതല്ല, ഇതാ വേണ്ടത്. ഏതാ? പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം എന്നുള്ളതൊക്കെ വിട്ടുകളഞ്ഞു. 1,00,000 രൂപയുടെ സാരിയൊക്കെ മേടിച്ചു കൊടുക്കുന്നത് പാപമല്ല കേട്ടോ. അത് പാപമല്ല കേട്ടോ, പാപമല്ല. നമ്മളെ അടിസ്ഥാനപരമായി തിരുത്തണം. ആഭരണം ഇടാത്ത കൾച്ചർ എത്ര നല്ലതാ. പക്ഷേ സ്വഭാവ രൂപീകരണത്തെ കുറിച്ച് മിണ്ടുന്നേ ഇല്ലല്ലോ. സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. ഡെയിലി നീക്കണം.
ഇന്നലെ ഷേവ് ചെയ്താ, പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും ഉണ്ട്. അതുപോലെ ഈ സാധനം നീക്കിക്കളയണം. പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപരാകണം. അപ്പൊ അപ്രധാന കാര്യങ്ങളെ ഊതിപ്പെരിപ്പിച്ച് അതാണ്ട് വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ആരാന്നറിയണമെങ്കിൽ അവനെ വേദനിപ്പിച്ച് നോക്കണം. അല്ല, പ്രോത്സാഹിപ്പിച്ചാലൊന്നും അറിയാൻ ഒക്കെയില്ല. കൈയടിച്ച് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഒരാൾ ആരാന്ന് അറിയത്തില്ല. ഒരാളാരാന്ന് അറിയണേ അവനെ വേദനിപ്പിക്കണം. അപ്പൊ അവന്റെ അകത്തിരിക്കുന്ന ആൾ പുറത്തു വരും. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ. അപ്പൊ പഴയ സ്വഭാവം എവിടെയുണ്ട്? പോക്കറ്റിലുണ്ട്, എടുക്കാത്തതാ. അപ്പൊ അഭിനയമല്ലേ? തിരിച്ചു പറയണം, നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കാൻ ഒക്കുകയില്ല. കാരണം അത് കല്ലറ വെച്ചു, അതിന്റെ മുകളിൽ കല്ലും വെച്ചു, ഇനി അത് എടുക്കാൻ ഒക്കുകയില്ല. ഇതാ വേദപുസ്തകം. ഇതിനാ ബൈബിൾ പഠിക്കുന്നത്. സ്തോത്രം. ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് എത്ര പേരുടെ ജീവിതത്തിൽ ഉണ്ടെന്നറിയാൻ അവരെ വേദനിപ്പിക്കാൻ ആരെങ്കിലും നാളെ തന്നെ വരും. ഇത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ ഇന്നൊന്ന് സമർപ്പിച്ചു നോക്ക്, നാളെ വരും സംഭവം. സ്തോത്രം. ക്ഷമയെക്കുറിച്ച്, എനിക്ക് ക്ഷമ കിട്ടാൻ ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു സഹോദരി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. എല്ലാവരുടെ തലയെ കവിച്ച് പ്രാർത്ഥിച്ചു. വീട്ടിലോട്ട് ചെല്ലുമ്പം അപ്പുറത്തെ പശു പറമ്പിൽ കയറി വാഴ മുഴുവൻ നശിച്ചു. വാഴയെല്ലാം തകർത്തു. ആ പശുവിനെ കല്ലെടുത്ത് എറിയോ വാക്കത്തി എടുത്ത് വെട്ടുകയോ ഒക്കെ ചെയ്തേച്ച് പിന്നെ വലിയ കലഹവും വിളക്കവും ഒക്കെ ഉണ്ടായിച്ച് വീട്ടിൽ വന്നിരുന്ന് രാത്രി പ്രാർത്ഥിച്ച്, എന്റെ പൊന്നു കർത്താവേ, ക്ഷമ കിട്ടാൻ വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതല്ലേ. ആ സമർപ്പിച്ചത് നിനക്ക് എന്തോ ഒരു എഫക്റ്റ് ചെയ്തെന്ന് അറിയാനാണ് ആ പശു വന്നത്. സ്തോത്രം. അപ്പൊ ആ സമർപ്പണം കൊണ്ട് നിനക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ലെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് ഒന്നുകൂടെ സമർപ്പിക്കുക. വാഴയൊക്കെ പിന്നെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, എന്താണ് ക്രിസ്തു മാർഗം? എന്തിനാണ് വിശ്വാസത്തിൽ വന്നത്? എന്താ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അനുസരണം കാണിക്കുക. വചനം അനുസരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. എത്ര പേർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ബോധമുണ്ട്, ഞാൻ ശുദ്ധീകരണത്തിന്റെ പാതയിൽ ഇനിയും വളരെ ദൂരം മുന്നേറാനുണ്ട് എന്ന്? എത്ര പേരുടെ ഉള്ളിൽ ബോധമുണ്ട്? എങ്കിൽ പ്രാർത്ഥിച്ചു, ദൈവം അതിലേക്ക് നിങ്ങളെ നടത്തും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നടത്തും. പരിശുദ്ധാത്മാവ് നടത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിൽപ്പെട്ട ജനം എന്ന് പറയുന്നത് എന്തുവാ? അതൊന്ന് കാണാൻ കർത്താവ് നമ്മുടെ കണ്ണിന്ന് രാവിലെ തുറക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഒരു കപടഭക്ത സമൂഹമായി നമ്മൾ മാറി. ഇതാണോ ദൈവം ഉദ്ദേശിച്ചത്? നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് പരീശന്മാരാ. ഈ പരീശന്മാർ ഇന്ന് എവിടെയുണ്ടെന്നറിയാവോ? ഉത്തരം ഞാൻ പറയുന്നില്ല, അന്വേഷിച്ചാൽ കാണാം. തൊട്ടടുത്ത് തന്നെ കാണും. ഈ പരീശന്മാർ സമുദായത്തിലൊന്നുമില്ല. ആ പരീശന്മാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. എന്താ പരീശൻ? വചനത്തിന് വേണ്ടി വേർപെട്ടവനാ പരീശൻ. പരീശൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അറപ്പ് തോന്നും. അല്ല, വചനത്തിന് വേണ്ടി വേർപെട്ടവനാ. ന്യായപ്രമാണം സൂക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവനാ. പക്ഷെ കാലങ്ങൾ മാറിയപ്പോൾ അവൻ ദൈവത്തെ വിട്ടു പ്രമാണത്തിന് വേണ്ടി നിൽക്കുക. ദൈവമില്ല. ന്യായപ്രമാണം മുറുകെ പിടിക്കുക. ദൈവവുമായി ബന്ധമില്ല. നമുക്കിന്ന് ഒരു അനുതാപത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് വരാം. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് തന്നെ അനേകർ കർത്താവിലേക്ക് വരാനിടയാകട്ടെ. ഒരു ശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, 1 തെസ്സലോനിക്കർ 4:3, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായർ 12:14, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. 1 പത്രോസ് 1:1-2-3, ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ നിയമം നമുക്ക് എഴുതി തന്നത് നമ്മൾ അനുസരണം കാണിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാനാ.
നിനക്ക് അനുസരിക്കാൻ പറ്റാത്ത മേഖലകൾ ഏതാണ്? ഒന്ന് പരീക്ഷിച്ചേ. പ്രൈസ് ദി ലോർഡ് ജീസസ്. സ്വഭാവത്തിൽ എവിടെയാണ് മാറ്റം വരുത്താൻ പറ്റാത്തത്? എന്തുകൊണ്ട് വിവാഹമോചനങ്ങൾ? എന്തുകൊണ്ട് കുടുംബകലഹങ്ങൾ? എന്തുകൊണ്ട് വഴക്ക്? എന്തുകൊണ്ട് പ്രശ്നം? ഈ സ്വഭാവം നമ്മളിലോട്ട് വന്നിട്ടില്ല. നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥനയും നമ്മൾ ഈ പറയുന്ന ആരാധനയും എല്ലാം നമ്മിലെ ക്രിസ്തുവിനെ വളർത്തിയോ? വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം വീഴുന്ന ആ ഒരു പ്രവണത തുടക്ക സമയത്ത് അതൊരു ചർച്ച വന്നു. വിദേശത്തൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, വീഴുന്നു, തള്ളിയിടുന്നു, ഇങ്ങനെ പലത് വന്നല്ലോ. അത് വന്നപ്പോൾ ചർച്ച വന്നു. അന്നും നമ്മുടെ ഇടയിലെ ഒരു സീനിയർ ദൈവദാസൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മറുപടി, നീ 1, 2, 3 പ്രാവശ്യം വീണോ എനിക്ക് വിരോധമില്ല, നിന്നിലെ ക്രിസ്തു എത്ര വളർന്നു എന്നാണ് അറിയേണ്ടത്. ഇതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കണം? യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോട് അനുരൂപരായ ഒരു തലമുറ എഴുന്നേൽക്കണം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ഇതാണ് ഇതിന്റെ എല്ലാം ആകത്തുക. അവിടേക്ക് വരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്താ ഇപ്പൊ ഇത്ര നേരം ദൈവവചനം പറഞ്ഞത്? നിങ്ങൾ ആദ്യം പ്രവാചക ദൂത കേട്ടോണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുസരണത്തിന്റെ വചനമാണ് കേട്ടോണ്ടിരിക്കുന്നത്. ദൈവമായി ഇത് മിക്സ് ചെയ്ത് ഇവിടെ തന്നോണ്ടിരിക്കുന്നത്. തമ്പുരാനായി ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ജോസ്വേങ്ങൂരല്ല, ദൈവമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന 1-2 വോളണ്ടിയേഴ്സ് അല്ല, പരിശുദ്ധാത്മാവാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണേ. ഈ പാട്ടൊക്കെ പാടുമ്പോൾ അത് പാടരുത്, അതൊന്നും പാടരുത്. അതൊക്കെ കർത്താവിനോട് പറയണം. നമ്മൾ ഈ പാട്ട് പോലും അഭിനയിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അഭിനയിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് അതുപോലെ റിയലായിട്ട് ദൈവത്തോടങ്ങ് പറയണം. അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, മാറ്റം വരുന്നത് കാണാം. അതിനകത്ത് തന്നെ വിടുതൽ വരും, അതിനകത്ത് തന്നെ അഭിഷേകവും എല്ലാം ഉണ്ടാകും. നമുക്കൊന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒന്ന് കണ്ണടച്ചിട്ടേ ഒന്ന് പരിശോധിച്ചേ, എവിടെയൊക്കെയാ അനുസരണക്കേട് വന്ന് കിടക്കുന്നേ, എവിടെയൊക്കെയാ ഇനി അനുസരിക്കാനുള്ളത്. അനുസരിക്കുന്നവരുടെ മേൽ പകരുന്ന ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ശുശ്രൂഷിച്ചിട്ടും അനുസരണമില്ലാത്തവരുണ്ട്, ഒരുപാട് പ്രസംഗിച്ചിട്ടും അനുസരണമില്ലാത്തവരുണ്ട്. ജീവിതത്തിൽ ആ അനുസരണം 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 ശമൂവേലിന്റെ പുസ്തകത്തിലെ ആ വലിയ ദൂത് നാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവിടെ പറഞ്ഞു നിർത്തുന്ന വാക്കിതാണ്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അവർ വചനം അനുസരിക്കാൽ ഇടറിപ്പോകുന്നു, അതിനായിട്ട് അവരെ വെച്ചുമിരിക്കുന്നു. എൻ്റെ കർത്താവേ, നിങ്ങളുടെ വചനം അനുസരിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. കണ്ണുകൾ അടച്ചാട്ട് ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാട്ട. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നുമധി ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നുമധി കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിച്ചാണ്. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നുമതി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നുമതി തങ്കച്ചിറകടി എത്ര
കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കോടു അന്യർക്കെന്നോ തീര സങ്കേടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കോടു അന്യർക്കെന്നോ തീര സങ്കേടപ്പെട്ടിടുന്നു എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ്ഗ മണ്ഡപം വന്ന് ഉന്നതനാം തങ്ക പ്രാവേലി വന്നെന്നിൽ എന്നു മതി വസിക്കാൻ വന്ന് ഉന്നതനാം തങ്ക പ്രാവേലി വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പോരാടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ കേട്ട ഈ ദൈവവചനം പൂർണ്ണമായും ആമേൻ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പ്രാർത്ഥനാ മനുഷ്യൻ ഉണർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായും പ്രാർത്ഥനയ്ക്ക് മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. നിങ്ങളുടെ ഏത് പ്രാർത്ഥന വിഷയമായാലും മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ പോരാടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും എന്നോട് ചേർന്ന് കണ്ണുകളെ അടയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയം നല്ല പിതാവ്, ഈ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം അവരുടെ ഉള്ളിൽ വളരെ ശക്തമായ നിലയിൽ ക്രിയ ചെയ്തതിനാൽ സ്തോത്രം. അവരുടെ ഉറങ്ങിക്കിടന്ന പ്രാർത്ഥനാനുഭവങ്ങളെ ഉണർത്തുവാനിടയായി പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പുതിയ തലമുറയായി മാറുവാൻ അവരെടുത്ത തീരുമാനങ്ങൾക്കായി സ്തോത്രം. ഇപ്പോൾ ഈ നിമിഷം ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കുന്നതിനാൽ സ്തോത്രം. പുതുവഴികൾ തുറന്നു വരട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ പോരാടുവാൻ അവരെ സഹായിക്കണമേ. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ